ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ്. അതായത് നമ്മുടെ മോൾ ഓഫ് ഖത്തറിൽ ഒയാസിസ് ഏരിയയിൽ അതിന് ചുറ്റും നിറയെ റെസ്റ്റോറൻറ്റ്സ് ആണ്. അവിടെയുള്ള ഒരു ഊനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂ ആണ് ഈ വീഡിയോയിലുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഒക്കെയുള്ള ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ് ഈ ഊനോ. പിന്നെ അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലുള്ള, അതായത് ഒയാസിസ് ഏരിയയിലുള്ള മറ്റേ റെസ്റ്റോറൻറ്റുകളെ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒയാസിസ് ഏരിയയിലേക്കും മ്യൂസിക്കൽ ഫൗണ്ടെയിൻ, അതേപോലെ അവരുടെ ആ ഫെസ്റ്റിവൽ സ്റ്റേജ്, അതിൻ്റെയൊക്കെ അവിടേക്കുള്ള ഒരു വ്യൂ തന്നെയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് ഇവിടെ ഇരുന്നാൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു ഹൈലൈറ്റ് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റുകളുടെ. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നമുക്കിതാ ഈ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഒക്കെ കണ്ട് അതിൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കി നമുക്കിരുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ഇപ്പോൾ സ്റ്റേജിൽ ലൈവ് പെർഫോമൻസസ് ഒന്നുമില്ല. ലൈവ് പെർഫോമൻസസ് ഒക്കെ ഉള്ള സമയത്ത് ഒന്നും കൂടെ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഇതവരുടെ കോംപ്ലിമെന്ററി ആണ്. എന്താണ് ഏട്ടാ? ഇത് മാഷ് പൊട്ടാറ്റോ വിത്ത് ബേക്കൺ, ചീസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു ബോളാക്കിയതാണ്. ലെറ്റ്സ് സീ. എന്ത് സോസാണ്? കഴിച്ചോക്കാം. കൊള്ളാം. മാഷ് പൊട്ടാറ്റോ കോട്ട് ചെയ്തിട്ട് ഒരു വറുത്തെടുത്ത പോലെ, പക്ഷെ ഒരു മസ്റ്റ് ട്രൈ എന്നൊന്നും ഞാൻ പറയും. കോംപ്ലിമെന്ററി അല്ലേ? അതുകൊണ്ട് പിന്നെ ദാനം കിട്ടിയ പശുവിന് പല്ല് നല്ലത്. ഓർഡർ ചെയ്ത സാധനത്തിനെ കുറിച്ച് ശരിക്കും പറയാം. ബീഫ് ബേക്കൺ ബർഗർ, ഇത് പെപ്പറോണി ഡീപ്പ് ഡിഷ് പിസ്സ. ഇത് ഷിക്കാഗോ എന്ന് പറഞ്ഞ US സ്റ്റേറ്റിൽ ഭയങ്കര ഇങ്ങനത്തെ പിസ്സ ഭയങ്കര പോപ്പുലറാണ്. അവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയാം. അത് പിന്നെ ഡീപ്പ് ഡിഷിലെ ഭയങ്കര ഡീപ്പ് ഡിഷ്, ഇങ്ങനെ കട്ടിയാണ്. ചിക്കൻ നമ്മുടെ എന്തായിരുന്നു? സ്പിനച്ചോള. ഏട്ടൻ്റെ എന്തായിരുന്നു? ചിക്കൻ വിത്ത് എന്താണ് മാഷ് പൊട്ടാറ്റോ വിത്ത് ബേക്കൺ ആൻഡ് ക്രീമും ചീസും. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. അവരുടെ കോംപ്ലിമെൻ്ററി ഡിഷാണ് ഇത്. ഇത് തന്നെ നല്ല അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കഴിച്ച പെന്നെ പാസ്ത വിത്ത് ചിക്കൻ സ്പിനക്കോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷായിരുന്നു. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിയില്ല. അതിൽ ചിക്കൻ എന്ന് വെച്ചാൽ നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആയിരുന്നു. പെർഫെക്റ്റ് കുക്ക്ഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അത് എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണ്. പിന്നെ ഇതും ഈ ചിക്കനുമായിട്ടും കഴിച്ചിരുന്ന ഹെർബ് റബ് ചിക്കൻ, അതും നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. പിന്നെ പോർഷൻ സൈസ് നല്ല പോർഷൻ സൈസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാഫ് പോർഷൻ കിട്ടുന്ന ഡിഷസിനെല്ലാം ഹാഫ് പോർഷൻ തന്നെ ഓർഡർ ചെയ്താൽ മതി എന്ന് തോന്നുന്നു. കാരണം അത് തന്നെ അത്യാവശ്യം ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഡിഷസ് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി. ഇത് ബേക്കൺ ചെഡാർ ബർഗർ. ഇതിലും അച്ചു പറഞ്ഞു എന്താ പറയുക, പാറ്റി നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിരുന്നു. ഒട്ടും റബ്ബറി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ലൊരു ഹൈലൈറ്റ് ആയിരുന്നു. എല്ലാം വെൽ കുക്ക്ഡ് ആയിരുന്നു. പിന്നെ ഈ ഡീപ്പ് ഡിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഷ് അങ്ങനെ തന്നെയാണ്. അതായത് നല്ല ചീസിയാണ്, ഓവർലി എന്താ പറയുക ചീസ് ഫിൽഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നറിയില്ല. ഞങ്ങൾക്ക് ബേസിക്കലി അത്രയും ഇഷ്ടമായില്ല ഈ ഒരു ഡിഷ്. കാരണം വായിൽ നമ്മളുടെ ഇങ്ങനെ ആ ചീസ് ഇങ്ങനെ ഒരു ബോൾ പോലെ ഉരുണ്ട് വരുന്ന പോലെയായിരുന്നു. അത്രയും ഹെവി ആയിട്ട് ചീസ് ലോഡഡ് ആയിരുന്നു അത്. അപ്പോൾ അത് ആ ഡിഷ് അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഊനോ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടുള്ള ഞങ്ങൾ ഓർഡർ ചെയ്ത ഡിഷിനെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു റിവ്യൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.